സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഉപ്പും മുളകിലെ എപ്പിസോഡിലേക്കാണ് നോക്കുന്നത്. എല്ലാവരും ഇന്നലെ കണ്ടതുപോലെ സിദ്ധാർത്ഥ് ഉപ്പും മുളകിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഉപ്പും മുളകും എന്ന സീരിയൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടമുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ അക്കൂട്ടത്തിൽ തട്ടിയും മുട്ടിയിലൂടെ ജീവിതം ആരംഭിച്ച് പിന്നീട് പഠനത്തിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വീണ്ടും സീരിയലിലേക്ക് എത്തിയിരിക്കുന്ന സിദ്ധാർത്ഥന് ശരിക്കും പറഞ്ഞാൽ ഉപ്പുമുളകിൽ എത്തിയത് ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ, അതായത് അദ്ദേഹം ഇടയ്ക്ക് മദ്യപിച്ച് റോട്ടിൽ വഴക്കുണ്ടാക്കിയ സംഭവം അടക്കം അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ മാപ്പ് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് ഇപ്പോൾ സീരിയലിനുള്ളിൽ കയറിയിരിക്കുകയാണ്. സിദ്ധാർത്ഥിനെ ഇത്തരത്തിൽ മദ്യലഹരിയിൽ റോഡിൽ നിന്ന് പിടിക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് അദ്ദേഹം ഉപ്പും മുളകും എന്ന ഷോയിൽ ലച്ചുവിൻ്റെ ഭർത്താവായി ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ട് വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ മദ്യലഹരിയിൽ റോഡിൽ കിടന്ന് ബഹളം വയ്ക്കുന്ന വീഡിയോയും ഒക്കെയും പുറത്തു വന്നത്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും വളരെയധികം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന് വേണ്ടി സംസാരിക്കുന്നത്. സിദ്ധാർത്ഥിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ചിലപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കാം. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പയ്യൻ്റെ ഒരു ജീവിതം ഇല്ലാതാക്കാൻ സാധിക്കില്ലല്ലോ. നന്നായി അഭിനയിക്കുന്ന ഒരു പയ്യനാണ്. വളരെ ചെറുതിലെ തന്നെ സീരിയലിലേക്ക് വന്നൊരു കുട്ടിയാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്നത് പോലെ അദ്ദേഹത്തിനോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റട്ടെ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. സാധാരണ ഒരാളോടും പ്രേക്ഷകർ ഇത്തരത്തിൽ അനുകമ്പ നടത്താറില്ല, അല്ലെങ്കിൽ ചെയ്യാറില്ല. പക്ഷേ സിദ്ധാർത്ഥിനോട് അങ്ങനെയല്ല എന്നും സിദ്ധാർത്ഥിനോടൊരു അനുകമ്പ തോന്നുന്നു എന്നും പ്രേക്ഷകർ പറയുന്നു. ഇനി ഇത്തരത്തിൽ തെറ്റുകൾ കാണിക്കാതിരുന്നാൽ മതി എന്ന് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, ഇങ്ങനെ പറഞ്ഞാണ് സിദ്ധു എത്തുന്നത്. സിദ്ധു എന്ന കഥാപാത്രത്തിലൂടെ സിദ്ധാർത്ഥ് വീണ്ടും തിരികെ എത്തുകയാണ്. അതിലൂടെ തന്നെ പ്രേക്ഷകരോട് മാപ്പ് പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരോട് ഡയറക്റ്റ്ലി മാപ്പ് പറയുന്നില്ലെങ്കിലും അദ്ദേഹം അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ സീരിയൽ അധികൃതർ ശ്രമിച്ചത് എന്ന് പറയുന്നു. എനിക്ക് മാപ്പ് നൽകണം എന്ന് സിദ്ധാർത്ഥ് കരഞ്ഞുകൊണ്ട് പറയുന്നത് ഉപ്പുമുളക് ടെലികാസ്റ്റ് ചെയ്തു. അത് കഥാപശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ സീരിയലിൽ എല്ലാവരും കരയുന്നുണ്ട്. അതുപോലെ തന്നെ ആ സീരിയൽ കാണുന്ന എല്ലാവർക്കും കരച്ചിൽ വരും എന്ന് തന്നെയാണ് ആ എപ്പിസോഡ് കണ്ട എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.